മെർലിനെ മെർലിൻ വലിയൊരു ടാസ്ക് ആണ് കേട്ടോ ഏറ്റെടുത്തിരിക്കണേ. എന്ത് ടാസ്ക്? അല്ല ഇതൊരു ജാടക്ക് ഏറ്റെടുത്തതാണോ അതോ? ജാടയോ? ബീഫ് മട്ടനൊക്കെ ഞാൻ വീട്ടിൽ വെക്കുന്ന ചേച്ചി. മമ്മി പഠിപ്പിച്ചതൊക്കെ കറിയും വെക്കാറുണ്ട് ഞാൻ. പിന്നെ മമ്മിയുടെ ബീഫും മട്ടനും ഒന്ന് കഴിച്ചു തന്നെ നോക്കണം. ആ അങ്ങനെയാണെങ്കിൽ അമ്മായി ഒരു ദിവസം നമുക്ക് മെർലിന്റെ വീട്ടിൽ പോണല്ലോ. മമ്മി അടുത്ത് പറ ബീഫും ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടാക്കി വെക്കാൻ. ഓ ചെന്ന് കയറിക്കൂട് ഇപ്പൊ കേട്ട്. 2 കിലോ ബീഫ് ഉണ്ട്. എന്തായാലും വെച്ചാ ചെയ്. നിനക്കിന്നൊരു സർപ്രൈസ് ഉണ്ട്. ഇന്ന് ബീഫ് വെക്കണ ആരെന്നറിയാമോ? മെർലി. എന്നടാ അയ്യോ മെർലിൻ ബീഫ് വെച്ച ബീഫ് ആവൂലേ? കണ്ടറിയണം കോശി നിന്റെ വിധി. ആവശ്യമുള്ളവര് മാത്രം കഴിച്ചാൽ മതി. 1,850 രൂപ ഇന്ന് വെള്ളത്തിലൊഴുവും. നീ എന്തിനാ ഇവിടെ നിക്കണേ? ഞാനല്ലേ ഉണ്ടാക്കുന്നേ, പോയിക്കൂടെ? പോയത് തന്നെ. കേശു അടുക്കളയിൽ നിന്ന് പോവാത്തേ ഇല്ല. ഏട്ടാ ബീഫ് വാങ്ങിച്ചാ? ഓ ബീഫൊക്കെ മേടിച്ചിട്ടുണ്ടോന്ന് മക്കളെ. പക്ഷെ അത് വായി വെച്ച് കൂട്ടാൻ കൊള്ളുവോന്നാണ് ഡൗട്ട്. ചേച്ചി ഇനി ഞാൻ അവിടെ ഒന്നും ശരിയാവില്ല, ഞാൻ പോകുന്നു. ഒരു കാര്യം ചെയ്യും, ഞാൻ പോവാ. കഴിഞ്ഞില്ലേ പ്രശ്നം? നീ എന്താ ഇങ്ങനെ നോക്കണേ? എന്നെ ആദ്യമായിട്ട് കാണാ? അല്ലടോ തന്നെ ഇപ്പൊ കണ്ടാലേ എനിക്ക് എന്തോ ഒരു ബഹുമാനമൊക്കെ തോന്നുന്നു. എന്തിന്? ഒരു ചേച്ചി ഫീൽ. സത്യം പറഞ്ഞ തന്നെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ എന്റെ ചേച്ചി എന്നേ പറയുള്ളൂ. അല്ലേ സ്വന്തം ചേച്ചി? അതേടാ അനിയ ഈ മണ്ടവിന് നേരെ ചൊവ്വ മീശ താടിയൊന്നും വളരാത്തോണ്ടേ ചെറിയൊരു ഫീൽ അങ്ങനെ കിട്ടും. എവിടെ? വിളിച്ചാ വരണം, അത്ര തന്നെ. ഇവിടെ എല്ലാരും നിക്കുന്നോണ്ട് നാണം കെടുത്തൊന്നുമില്ല. വാ. ഓ താങ്ക് യു. നാണം കെട്ടതേ ഇല്ല. എടോ അത് വീട് അതാ മതി ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലേ, അത് ആലോചിച്ചോണ്ടിരിക്കുക. വേറെന്താ വേണ്ടേ? ഇഞ്ചി അരിയണോ? വേണ്ട. ഈ മസാല പൊടികളൊക്കെ എവിടെ ഇരിക്കുന്നത്? എന്തൊക്കെ വേണം? ബീഫ് മസാലയും മറ്റേ മുളക് പൊടി സാധനങ്ങളൊക്കെ വേണം. ഹെൽപ്പ് ചെയ്യണോ? ഉള്ളി അരിയണോ? ഇല്ല, ഇത് അത് കഴുകിയായിരുന്നോ? ആ ബീഫ്. ഇതിന്റെ അത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, എടുത്തോളാം. ഓക്കെ ഓക്കെ ഓക്കെ. ആഹാ ഇനിയിപ്പൊ ഞങ്ങളൊന്നും അടുക്കള കയറണ്ടായോ? ഇന്ന് അടുക്കള കയറണ്ട, ഇന്ന് മൊത്തം മെർലിന്റെ മേൽനോട്ടത്തിലാണ്. லிச்சு அப்படின்னா நான் ஏதாவது ஸ்பெஷல் பண்ணவா? എന്ത് സ്പെഷ്യൽ? സാലഡിൽ വെറൈറ്റി பண்ணலாமே. ശർക്കര ഇട്ടായിരിക്കും. വെറുതെ പറഞ്ഞേച്ചി. മക്കളെ കൊച്ചുള്ളി ഇട്ടാന്നോ വെക്കുന്നേ? ആ പിന്നെ അവസാനം കുറച്ച് നല്ലപോലെ കുരുമുളകൊക്കെ വിതറുമായിരിക്കില്ലയോ? അതൊക്കെ അമ്മ കണ്ടോ. നമ്മളെ റെസിപ്പി ഒന്നും അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. അയ്യടി എനിക്ക് പച്ചക്കറി മാത്രമൊന്നും അല്ല, നല്ലതുപോലെ ഇറച്ചി മീനും ഒക്കെ വെക്കാൻ അറിയാം. ഇവരുടെ അപ്പൂപ്പനെ കോഴിക്കറി മാത്രമേ കഴിക്കത്തുള്ളൂ. അത് നല്ല ഒന്നാന്തരം നാടൻ കോഴി. ഞാൻ നല്ല വറത്തരച്ചൊരു കോഴിക്കറി അങ്ങോട്ട് വെച്ചാലുണ്ടല്ലോ നല്ല ഇറച്ചി കഷ്ടോട്ട സാമ്പാർ പോലെ ഇരിക്കും. അയ്യോ പിന്നെ എല്ലാം നല്ല വൃത്തിയായിട്ട് വെക്കുന്ന ഒരാള്. ആ അമ്മ അത് വേണ്ട. எனக்கும் பீஃப் கறி நல்லா வைக்க தெரியும். உங்க டேஸ்ட் இல்ல, டிஃபரெண்ட் டேஸ்ட்ல. പ്ലീസ് ചതിക്കരുത്, വേണ്ട നമുക്ക്. അതെ, നിങ്ങൾ എല്ലാരും ഇങ്ങനെ വട്ടം കൂടി ഒന്ന് സംസാരിച്ചോണ്ടിരുന്ന എന്റെ കോൺസെൻട്രേഷൻ പോകും. പിന്നെ കറി കൊളായിന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരരുതേ. ഓ അപ്പൊ ഞങ്ങൾ ആരും ഇവിടെ നിക്കരുതെന്ന്. കറക്റ്റ്. அப்படின்னா நாங்க போறோம். ഞാൻ പോന്നേ. മായി ഓ എന്നാ പിന്നെ നമുക്കും കൂടെ അങ്ങോട്ട്. അല്ല എല്ലാരും കൂടി പോയ എങ്ങനാ? പിന്നെ എങ്ങനെ? അല്ല നീയല്ലേ പറഞ്ഞ നമ്മുടെ അടുത്തൊക്കെ പോവാൻ. അങ്ങനെയല്ല, നിങ്ങളിവിടെ നിക്ക്, നമുക്കിങ്ങനെ മിണ്ടി പറഞ്ഞൊക്കെ ചെയ്യാം. എന്നാ പിന്നെ പണി അടക്കട്ടെ, നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കാം. ഈ ബീഫ് കഴുകണ്ട്? വേണ്ട വേണ്ട, മെർലിൻ തന്നെ എല്ലാം ചെയ്തോളാന്നല്ലേ പറഞ്ഞ. അപ്പൊ അവൾ തന്നെ കഴിക്കോട്ട്. അല്ല അത് വേണമെങ്കിൽ നിങ്ങൾ കഴിക്കോ? വേണ്ട, തന്നെ അങ്ങ് ചെയ്താ മതി. ഇനിയിപ്പോ ബീഫ് കഴിക്കുന്നത് ഞങ്ങളായതുകൊണ്ടേ ഇപ്പൊ കറി അങ്ങനെ കൊളായി കഴിഞ്ഞാ ചീത്തപ്പേര് നിക്ക. ചേച്ചി മയേ എന്തോ നല്ല ബീഫിന്റെ മണം. അടുക്കളയിൽ പോയി നോക്കിയാലോ? വേണോ? അവൾ ഓട്ടിച്ച് വിടും. വയന്ന് വെള്ളം തന്നെ വിശക്കും. നല്ല ഓണം ഉണ്ടല്ലേ. എല്ലാരും വായോ വായോ, ഫുഡ് റെഡി ഫുഡ് റെഡി. അമ്മായി, ലച്ചു ചേച്ചി
അമ്മൂമ്മേ കനകാന്റി പാറു എല്ലാരും വാ പെട്ടെന്ന് വാ ഫുഡ് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് വാ ഇരിക്കി അല്ല മെർലി ഇരിക്കല്ലേ? നിങ്ങൾ ആദ്യം ഇരിക്കേ ഇന്ന് ഫുൾ എന്റെ കൺട്രോളിലാ ഇത്ര പെട്ടെന്നെല്ലാം റെഡിയായോ? എല്ലാം റെഡി മെർലിൻ ഭയങ്കര ഫാസ്റ്റ് തന്നെ കേട്ടോ. ഇരിക്കേ ഓക്കെ അല്ലേ നീ ഇരിക്കല്ലോടാ. ഓ ഞാൻ നിന്ന് കഴിച്ചോളാം. ഇതെന്താവോ എന്തോ. അതെന്താ പാറു അങ്ങനെ? ഒന്നുമില്ലേ. ഞാൻ എപ്പോ വരെ സാരിയൊക്കെ ഉടുത്തപ്പോഴേ ആ കൊച്ചിനെ കാണാൻ എത്ര പ്രൗഡിയാ. പക്ഷേ കേശുവിന് അത്ര ചേർച്ചയില്ലല്ലേ? ഇപ്പം പ്രൗഢിക്ക് എനിക്ക് എന്തിനാ ചേർച്ച പറഞ്ഞേ അല്ല അമ്മൂമ്മ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.